ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ ഒരു പ്രത്യേകതയുണ്ട്. കാരണം നമ്മൾ എന്നും ചെയ്യുന്നതുപോലത്തെ വീഡിയോ അല്ല. ഇന്നത്തെ വീഡിയോ കണ്ടാലും വന്നില്ല, അതുപോലത്തെ വീഡിയോ ആണ്. അപ്പോൾ അസ്സലാമു അലൈക്കും. ഇന്നത്തെ ദിവസത്തിലേക്ക് കൂട്ടുകാർക്ക് എല്ലാവർക്കും സ്വാഗതം. ആമിനെ കണ്ടോ? ആമി ഞാൻ ഫോൺ എടുത്ത് വരുമ്പോ ആമിന്റെ നിപ്പ് കണ്ടോ? ഇങ്ങനെയാണ് കേട്ടോ. എന്തോ അറിയില്ല, എൻ്റെ ഫോണ് ആമിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല എന്നാ തോന്നുന്നത്. അപ്പൊ എന്താ പറയാ, ഇന്നിങ്ങനെ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇന്ന് ലീവുള്ള ഒരു ദിവസമാണ്, ബസ്സൊന്നുമില്ല, അതുകൊണ്ട് വീട്ടിൽ തന്നെയാണ് ഇന്ന്. അപ്പൊ ഞാൻ വിചാരിച്ചു കൂട്ടുകാർക്ക് നമ്മുടെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാമെന്ന്. ആമി ഒന്ന് ശരിക്കും നോക്കടോ. ആമി, ഞാൻ ഉമ്മാന്റെ ഫോൺ എടുത്തിട്ട് ആമി എങ്ങനെ നിൽക്കുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ നമുക്ക് ഇന്ന് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ പുട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ പുട്ടിന് കറി ഇന്നലെ രാത്രി വെച്ച ചിക്കൻ കറി ഉണ്ട്. പിന്നെ ഉച്ചക്കലേക്ക് പരിപ്പും കുമ്പളങ്ങയാണ്. ഉമ്മാന്റെ ഫോണിൽ നിന്ന് എടുക്കുമ്പം അവൾക്ക് ഒരു പ്രശ്നവും ഇല്ല. എൻ്റെ ഫോണിൽ നിന്ന് എടുക്കുമ്പോഴാണ് അവൾക്ക് പ്രശ്നം. അതെന്താണെന്നറിയില്ല. ഐഫോൺ ആയിട്ടാണോ അല്ല എൻ്റെ ഫോൺ ഇഷ്ടമില്ല എന്നിട്ടാണോ? ആണോടി? ആണോ ആമി? ഞാൻ രണ്ടും കൂടി ഷെയർ ചെയ്യാം കേട്ടോ. എൻ്റെ ഫോണിൽ നിന്ന് എടുത്ത വീഡിയോസും ഉമ്മാൻ്റെ ഫോണിൽ നിന്ന് എടുത്ത വീഡിയോ. എന്നാ ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. ആമി, ആമി പോയി. ആമി, ആമിനെ കാണുന്നില്ല, ആമിനെ കാണുന്നില്ല. കണ്ടോ, വരുന്നുണ്ടോ? ആമിനെ കാണുന്നില്ല. ഇങ്ങനെ ഞാൻ ഒളിച്ച് നിൽക്കുമ്പോൾ വരുന്നതാ. ആമിക്ക് കലിപ്പായിട്ടുണ്ട്. ആമി കലിപ്പനാ? ആമി, എൻ്റെ പൊന്നു മക്കളെ, കഴിഞ്ഞ ദിവസം ഉണ്ടല്ലോ എന്നെയും ഉമ്മാനെയും തീറ്റിച്ച പെണ്ണാണ് ഈ ആമി. കാരണം ഞാൻ രാവിലെ ഞാനും ഉമ്മയും ചായയെല്ലാം കുടിച്ചിട്ട് ഇതിന് ഫുഡ് ഇട്ട് കൊടുത്ത്. അപ്പം ഈ കൂടിൻ്റെ ഈ ഡോറിങ്ങനെ തുറന്ന് വെച്ചത് ഞാൻ കണ്ടിട്ടില്ല. ഇങ്ങനെ ചെറുങ്ങനെ ആക്കിയിട്ടേ ഉള്ളൂ. അപ്പോഴാണ് ഞാനും ഉമ്മയും ചായയെല്ലാം കുടിച്ചിട്ട് അപ്പുറം കിടന്നിട്ടുണ്ടായിരുന്നു. രാവിലെ പിന്നെ സൺഡേ ആയതുകൊണ്ട് പ്രത്യേകിച്ചിട്ടൊരു തിരക്ക് കൂട്ടിയിട്ട് പണിയെടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. എന്നിട്ട് എന്ത് ചെയ്തു, ഇത് തുറന്നിട്ട് പോയി. ഞാനും ഉമ്മയും കാട്ടിലും ടെറസിൻ്റെ മുകളിലും എല്ലാം പോയി നോക്കിയാടാ. ലാസ്റ്റ് നമ്മളെ ഗ്ലാസ് എല്ലാം വെക്കുന്ന സ്റ്റാൻഡിൻ്റെ അടിയിലുണ്ട് ഒളിച്ചിരിപ്പുണ്ട് കള്ളത്തി. ആമി, ഇതാണ് ഉമ്മാൻ്റെ ഫോണിൽ നിന്ന് വീഡിയോ എടുക്കുമ്പോൾ ഒന്നുമില്ല, ഒരു പ്രശ്നവും ഇല്ല. എവിടെ പോയി ഒളിച്ച് ഈ കള്ളത്തി? അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡിയായി. ഞാനും ഉമ്മയും കഴിക്കാനിരിക്കുകയാണ്. ഇതേ പുട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം ഇന്നലെ വെച്ച മീൻകറി ഇരിപ്പുണ്ട്, പിന്നെ ചിക്കൻ്റെ ലേശം ഇരിപ്പുണ്ട്, പിന്നെ പഴമാണല്ലോ പുട്ടിന് പ്രത്യേകിച്ചും. അപ്പം നമ്മൾ നാസ്ത കഴിക്കട്ടെ, എന്നിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. അങ്ങനെ ഒരു കായ്ക്കൊല ഇവിടെ തൂങ്ങുന്നുണ്ട്. അപ്പോൾ ഇത് പഴുത്തിട്ടില്ല. പഴുത്തത് ചെറിയ അതെന്നാ മൈസൂർ പഴം അല്ലേ, പൂവൻ പഴം, 4 പൂവന, അടക്കാ പൂവന. അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടി കഴിഞ്ഞ് ഇപ്പോൾ ചോറ് വെച്ചിട്ടുണ്ട്. ചോറ് നല്ലോണം തിളക്കുന്നുണ്ട്. തിളച്ചതിൻ്റെ ശേഷം കുക്കറിനകത്ത് വെക്കാം. പിന്നെ വറവിനായിട്ട് മുരിങ്ങയില, തേങ്ങ. ഷാമിലതാ ഇവിടെ നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഷാമിലു, എന്താ പുട്ട് തിന്നാതെ? പുട്ട് വേണ്ട? വേണ്ടേ? വേണ്ടേ പുട്ട്? പുട്ട് വേണ്ട? എന്നാ എന്താ, എങ്ങോട്ടാ വാ, നമുക്ക് ആമിൻ്റെ വേസ്റ്റ് എല്ലാം കൊണ്ടുപോയി കളയാല. നീ വരുന്ന എൻ്റെ കൂടെ ക്ലീൻ ചെയ്യാനാ? എന്നാ വായോ. വേസ്റ്റ് എന്നും ഇതുപോലെ 2 നേരം എടുത്തിട്ട് കളയും, അല്ലെങ്കിൽ ഇങ്ങനെ പ്രാണികളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് വേസ്റ്റ് കളയാം. അതിനായിട്ട് ഇവിടെ ഒരു ഓസാണ്. ഓസിൽ വെള്ളം അടിച്ചിട്ടങ്ങ് കളയലാണ്. ഷാമില, നീ കുളിക്കുന്നാടി? ഷാമില,
ചകിരിത്തുണ്ടെടുത്തിട്ട് നല്ലപോലെ തേച്ച് കഴിയും. എന്നിട്ട് ഇച്ചിരി പെനയോടും കൂടി ഒഴിച്ച് കൊടുക്കും, പ്രാണികളൊന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് നമ്മുടെ ഗാർഡനിലേക്ക് പോവാം. ഗാർഡൻ ഇപ്പം തിരിഞ്ഞു നോക്കേണ്ട ഒരാഴ്ച മറ്റായി. നിറയെ കരിയിലൊക്കെ വീണിട്ടുണ്ടാകും, അതെല്ലാം ഇന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ ഞാൻ വിചാരിച്ചു രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ഓരോരോ പരിപാടികൾ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാമെന്ന്. എന്താ കണ്ടോ, കരിയിലൊക്കെ നിറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ഇനിയിപ്പം വെയിലായില്ലേ, വൈകുന്നേരം അടിച്ച് വരാം. നമ്മുടെ റോസൊക്കെ ഇത് അടിപൊളിയായി വന്നിട്ടുണ്ട്. ഞാൻ ആ ഫെർട്ടിലൈസർ ചേർത്ത് കൊടുത്തിട്ടാണ് എല്ലാം തെളിച്ച് കൊടുത്തിട്ട്. അപ്പോൾ ഫെർട്ടിലൈസറും ഉണ്ട്, അതും ചെയ്ത് കൊടുക്കണം. ഇന്ന് കഴിഞ്ഞ ആഴ്ച ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ ഓഫീസിലേക്ക് വീണ്ടും പോകാൻ തുടങ്ങിയപ്പോൾ ഒന്നിനും ടൈം കിട്ടുന്നില്ല. ഇന്നങ്ങനെ ബസ്സൊന്നുമില്ല, അപ്പം കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് എൻ്റെ അടുത്ത് നിന്ന് ഇന്നാട് പറ്റിയതാണ്. അത് എനിക്ക് കത്രിക കൊണ്ട് കട്ട് ചെയ്യണം. നമ്മുടെ ഫൈഡർ പ്ലാന്റെല്ലാം മാറ്റി നടാനായിട്ടുണ്ട്. അതെല്ലാം മാറ്റി നടണം ഇൻഷാ അല്ലാഹ്. ഇനി ക്രിസ്മസിന് 2 ദിവസം മറ്റേ ലീവ് ഉണ്ടാവും. അപ്പം അന്നേരം ചെറിയ പരിപാടികളെല്ലാം ചെയ്യാം. ഷാമിലെ വിടാടി ആന്തൂറി കഴിഞ്ഞ ദിവസം ആന്തൂറിയൻ്റെ മുകളിലും കോല വീണു, തെങ്ങോലതാ. ഇനി ഇന്നൊരാളും കൂടി വീഴാൻ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ വീഴാന്ന് അറിയില്ല, ചിലപ്പോൾ മലസ്റ്റോമൻ്റെ മുകളിലോ ജീനിയ പ്ലാന്റിൻ്റെ മുകളിലോ ആയിരിക്കും വീഴലുണ്ടാവാൻ. അപ്പം ഇനി നമുക്ക് നേരെ അകത്തോട്ട് തന്നെ കിടക്കാം. ഭയങ്കര വെയിലാണ് ഗൈസ്. അപ്പം ഇതെന്താ, അങ്ങനെ വെള്ളത്തിൻ്റെ ബില്ലും വന്നു. ഉമ്മ ഇന്നലെ പറയാൻ തുടങ്ങിയിട്ടുണ്ട്, ഈ മാസം വെള്ളത്തിൻ്റെ ബില്ല് വന്നിട്ടില്ലല്ലോ. അപ്പം നമ്മുടെ ഉച്ചയൂണും റെഡിയായി കേട്ടോ. ചോറ്, പിന്നെ പരിപ്പും കുമ്പളങ്ങയും തേങ്ങ അരച്ച് വെച്ച കറി, മുരിങ്ങയില തോരൻ, ഏട്ടമീൻ പൊരിച്ചത്, പപ്പടം. അപ്പം ഇനി നേരെ ആമിൻ്റെ കുളിസീനിലേക്ക് നമുക്ക് പോവാം. നമുക്ക് ആമിൻ്റെ കുളിസീനാണ് കേട്ടോ. ആമിനെ ഞാൻ ആഴ്ചയിൽ 1 വട്ടം കുളിപ്പിക്കും, അത് സൺഡേ മാത്രം. അപ്പോൾ ഇന്ന് ബസ്സില്ലാതുകൊണ്ട് ലീവാണ്, അപ്പോൾ ഇന്ന് കുളിപ്പിക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് ആമിൻ്റെ കുളിസീന്. കുളിക്കാനെല്ലാം നല്ല ഉഷാറാണ് ആമി. ഇവിടെ വന്ന് നോക്കിയതാ, പൂ കുളിക്കാൻ നോക്കിയേ ആമി. എൻ്റെ ഫോണിൽ നിന്ന് എന്താ ഇനി ഇത്ര ദേഷ്യമൊന്നറിയില്ല. മതിയാമി. ഇതാരുടെ സൗണ്ടാ കേട്ടെന്നറിയോ? ആമിൻ്റെ. ഞാനിവിടെ ഒളിച്ചിരുന്നിട്ട് അവളുടെ സൗണ്ട് കൂട്ടുകാർക്ക് കേൾപ്പിച്ചതാണ്. എന്താണെന്ന് വെച്ചാൽ അടുത്ത് പോയാൽ പിന്നെ ഒന്നും മിണ്ടൂല, ക്യാമറ കണ്ടാൽ ഒന്നും മിണ്ടൂല, സംസാരിക്കൊന്നും ചെയ്യൂല. കള്ളത്തി. ഇതാണ് കള്ളത്തി. പിന്നെ ഞാൻ പുറത്തുള്ള അഗ്ലോണിമെല്ലാം എടുത്തിട്ട്, ഇപ്പം നല്ല വെയിലല്ലേ, അപ്പം തണൽ വേണമല്ലോ ഇതിന്, അത്യാവശ്യമായിട്ട് തണൽ വേണം. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എല്ലാം ഇവിടെ സെറ്റ് ചെയ്യാമെന്ന്. അപ്പം ഞാൻ ഇതെല്ലാം ഇവിടെ സെറ്റ് ചെയ്ത്. ഇതെന്താണെന്നറിയോ, നമ്മുടെ ചെടികൾക്ക് പ്രാണി ശല്യം ഉണ്ടാകുന്നതിന് ഞാൻ വെളുത്തുള്ളി നല്ലപോലെ മിക്സിയിൽ അരച്ചിട്ട് എടുത്ത് വെച്ച ജ്യൂസാണ്. ഇനി ഇതൊക്കെ കുറേശ്ശെ തെളിച്ച് കൊടുക്കാം നമുക്ക്. അങ്ങനെ നമ്മുടെ വൈകുന്നേരം 4 മണിക്കത്തെ ചായയും റെഡിയായി, പഴംപൊരിയും ചായയും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.